അസ്സലാമലൈക്കും. ഞാൻ നിങ്ങളെ നാസി. സോ ഇന്നുണ്ടല്ല നമ്മൾ കണ്ണൂർ വിസ്മയിൽ പോകുന്നില്ല. ഇതിട്ട് ഫാമിലി മൊത്തം ഇവിടുന്ന് ഞാനും ചുമ മാത്രം. അതിനെ കൂട്ടുന്നില്ല. അതിനുള്ളിലുണ്ട് കാണാതെ പോകുന്നത് കേട്ടാ. ചെരുപ്പ് എടുക്കണം. അവർ റോട്ടുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടാ. 6 മണിക്ക് പോകണമെന്ന് പറഞ്ഞത്. അവർ ബൈത് നമ്മൾ വെയിറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ചെമ്മും വരണത്ര അയനെ ടീ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയല്, ഞാൻ നല്ല മുന്നേ കരക്കുന്നത്. ഇനി എന്താ പറയല്, രാവിലെ ഫുഡ് അങ്ങനെ ഒന്നും കഴിച്ചിട്ടാ കേട്ടാ. ഇത് മാത്രം കഴിച്ചത്, ബ്രെഡ് മാത്രം കഴിച്ചത്. അങ്ങനെ ചെമ്മു അവരെത്തിയെന്ന് പറഞ്ഞു. മാണിക്കോത്ത് എത്തി, 76 പറഞ്ഞു. ഇനി ഈടുന്ന് തന്നെ ഓടണം. ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഈ വിസ്മയിൽ പോകുന്നത്. ഭയങ്കര ഹാപ്പി. പക്ഷെ ഫസ്റ്റ് ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഉപ്പനെല്ലാം ഓക്കെ ആക്കിയിട്ട് വന്ന് ചെമ്മു സ്കൂളിൽ പോകുന്നത് എനിക്ക് വേണം. വരുമ്പോൾ ചോക്ലേറ്റ് എല്ലാം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അമ്മി ബേബ അതാ ചെമ്മു സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട്. പാപ്പനപ്പാ ഇപ്പം എല്ലാവരും കസിൻസ് മാത്രം, വലിയവരും മാത്രം പോകുന്നത്. പിള്ളമാർ ആരും കൂട്ടിച്ച. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ബസ്സിൽ പോകുന്നത്. ഞാൻ എന്നെ എന്താവുമെന്ന് അറിയില്ല. ഞാൻ പയ്യന്നൂർ പോയിട്ട് തന്നെ എൻ്റെ അള്ളാ. ഇനി ഇത് പോകുമ്പോൾ പ്രശ്നമുണ്ടായില്ല, വരുമ്പോഴായിരിക്കും പ്രശ്നം. അങ്ങനെ ചെമ്പ് വന്ന് ഇനി ഓട്ട മത്സരം സമതാക്കില്ലേട്ടാ. എൻ്റെ അള്ളാ, ഇന്ന് ജിമ്മിന് പോകാത്തതുകൊണ്ട് നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട്. പാഞ്ഞ് വയറിനുള്ള ലോക്കായി. ഇനി ഓട്ടോറിക്ഷ എത്തിയിട്ട് ബസ്സിൽ കയറിയിട്ട് കാണാട്ടാ. അങ്ങനെ ടൗണിലെത്തി. ടൗണിൽ ഫുള്ള് കളിയിട്ടാ. നടി റോട്ടിൽ വേണമെങ്കിൽ ഉറങ്ങാം. ഇനി ബസ്സിൽ തപ്പാൻ പോകണം. ഒരു ബസ്സേ ഉള്ളൂ. അത് ഏതൊക്കെയുള്ള അറിയില്ല. അത് എവിടെ പോകുന്ന ബസ്സായിരിക്കും. നമ്മൾ വെള്ളത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. എന്തെല്ലാം ഒപ്പുണ്ട് കാണുമ്പോൾ കൊതിയാണ്. നമ്മൾ 2 ഗ്ലാസ് 2 കുപ്പി വേണ്ട. ചേഞ്ച് എടുത്തേക്കാം. ബ്രെഡ് തിന്നിട്ട് വന്നേ. എവിടെ എത്തുന്ന അറിയില്ല. ബസ്സുണ്ട്. കണ്ണൂറോന്ന് അറിയില്ല. തന്നെയാ ബസ്സാ. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ബസ് കിട്ടി ഗൈസ്. നമുക്ക് തോന്നുന്നു 7:40 വിടുന്നത്. 7:40 പോകപ്പെട്ടിരമ്മ ഇത് തോന്നുന്നു. 7:40 ഹോട്ടലിൽ കൊടുത്താ. ഇനി ബസ്സിൽ ആട്ടൊക്കെ എങ്ങനെ എത്തുന്നോ പോയേക്കാം. പിള്ളമാരെ ബസ്സിട്ട് പാട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പാട്ടൊക്കെ ഒന്നും അറിയില്ല. ഇതൊരു മല്ലള് പട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതിൻ്റെ വേടെ മുല്ലപ്പൂ കണ്ടാൽ ഞാൻ എടുക്കൂട്ടാ. ഓക്കെ. പക്ഷെ ഇവിടുത്തെ മുല്ലപ്പൂ അത്ര പാങ്ങില്ല. വലിയ മുല്ലപ്പൂ. നമ്മുടെ മംഗലാര കണിക്കത്തെ മുല്ലപ്പൊന്നും ഇല്ല. ഫൈനൽ എത്തി ഗായ്സ്. എൻ്റെ പൊന്നെ, ബസ്സിന് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകണം. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ പൂരിയും ബാജി ഓർഡർ ആക്കിയിട്ടുള്ളത്. അവർ മസാല ദോശ കേട്ടോ ഓർഡർ ആക്കി. പൂരി മീനാ ബസ്സിൽ പോകണോ ഓട്ടോറിക്ഷയ്ക്ക് പോകണോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകട്ടെ. എത്തി. ഇനി ഇവിടുന്ന് എന്തെല്ലോ കാട്ടിക്കൂട്ടൊന്നും അറിയില്ല. അതിനുള്ളിൽ നോക്കി ഇപ്പോൾ നമുക്ക് ഈ നിന്ന് കളിക്കുന്നത്
എൻ്റെ പൊന്നെ എന്താ ആൾക്കാരെന്നറിയാനേ അപ്പോൾ ടിക്കറ്റ് ഇട്ടാൻ. ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുള്ളത് ഭയങ്കര തിരക്കിട്ട. എൻ്റെ പൊന്നെ എന്ത് തിരക്കെന്നറിയാം ഇവിടെ. ആഹിലിനെ അവിടെ ആക്കിയിട്ട് ഞാൻ നല്ല വന്നിട്ടാ. ഭയങ്കര തിരക്ക് ടിക്കറ്റ് എടുക്കുന്ന അവിടെ. സോ ഇനി ഇവരെ തപ്പിട്ട് നടക്കണം. അവിടെ ഉണ്ടാവുമല്ലോ. ഫൈനലി ടിക്കറ്റ് കിട്ടി. ഉള്ളിൽ കയറാൻ പോകുന്നുള്ളത് ഇനി ഡ്രസ് ചേഞ്ച് ആക്കാൻ പോകണം. എൻ്റെ പൊന്നെ ഡ്രസ് ചേഞ്ച് ആക്കുന്ന അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഡ്രസ് ചേഞ്ച് ആക്കിയിട്ട് തരാം. എൻ്റെ പൊന്നെ ഗൈസ്, നമ്മ റൈഡിൽ കയറാൻ പോകുന്നില്ലത് നല്ല രസമില്ല. അതാക്കിന് പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊന്നൊന്നും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വള്ളത്തിൻ്റെ സ്റ്റാർട്ട് ആയിട്ടാ. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ചെറിയ ചെറിയത് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കിട്ടത്തുള്ളൂ. ഇതിൽ കയറണമെന്ന് ആശയുണ്ട്, പക്ഷെ പോയ കണിക്ക് തന്നെ വരുമോന്നറിയില്ല. അതാ പൊടി. മിററിൽ ഫുള്ള് തിരക്കി. ഇനി ഇതിൽ കയറണം. വലിയ റൈഡൊന്നും ഇല്ല കേട്ടോ. ഏതിൽ കയറണതാണ് കൺഫ്യൂഷൻ. ആദ്യമൊക്കെ പിള്ളമാരെ കളിക്കുന്നത് തന്നെ ഉള്ളത്. അപ്പോൾ ഏതിൽ കളിക്കും എന്ന് നോക്കണം. കണ്ട എല്ലാ പിള്ളമാരെ തന്നെ. ആടെ 2-3 എന്തോ വലിയവരെ ഇതേ ഉള്ളൂ. എന്തെല്ലാം നല്ല രസമുണ്ട് കേട്ടോ ഇടാ. നെക്സ്റ്റ് ഇതിൽ കയറാൻ പോകുകയാണ്. ഇല്ല, പേടിയാവില്ല. അത്ര പേടിയാവില്ല. അങ്ങനെ ഫോൺ കീഴിൽ പോകില്ല. എൻ്റെ ഒരു പേടി മോള് പോന്നില്ല കേട്ടാ. പക്ഷെ നല്ല രസമുണ്ടായിന്. പേടിക്കാൻ പേടിച്ച്, പക്ഷെ നല്ലൊരു വൈബ് ഉണ്ടായിന് കേട്ടാ. വീടുക ഇതാണ് ഇക്കനെ കാണുന്നത്. ഇക്കായാനും കാല് പൊള്ളുന്നു കേട്ടോ. എൻ്റെ പൊന്ന് എന്ത് ചൂട്. ചെരുപ്പിടാതെ വന്നത്. അതിന് നമുക്ക് എന്താ പറയലേ, പോയോക്കാം. അതിൽ കയറ്റോ. എനിക്ക് അതിലിരിക്കാൻ ഭയങ്കര ആശയട്ടോ. പക്ഷെ വലിയവർ എത്തിക്കോന്നറിയില്ല. പക്ഷെ എത്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇരിക്കും.
എനിക്ക് തോന്നി ചെറിയവരിതായിരിക്കും. നമ്മൾ എത്തിക്കോപ്പാ, ഞാൻ അത്രേ വെയിറ്റുള്ളൂ, എത്തിച്ചാൽ മതിയായിരുന്നു. നോക്കാം, ചോദിച്ചു നോക്കാം. ಇಲ್ಲ ನಂಗಡೆ ಇಪ್ಪಟ್ಟಾರ ಹಿಂಗೊಂದು ಇಪ್ಪಟ್ಟಲ್ಲ ಕಿಡ್ಸಿಂಡಿ ಎವಡೆ ದಿಕ್ಲ ಕಿಡ್ಸಿಂಡಿ ಎವಡೆ ಇಪ್ಪಟ್ಟು ಇಟ್ಲಲ್ಲ ಎಲ್ಲಿ ದಿಕ್ಲ ಇಲ್ಲ ಇಪ್ಪಟ್ಲಿ ನೀವು ಕೇವಲ ಇದಲ್ಲ ಎರಡು ಕೇವಲ ಎತ್ತರ ಮಕ್ಕಳು ಎತ್ತರ ವಯಸ್ಸು ಮುಂದೆ ನನಗೆ ಕೇವಲ ಪ್ಲೀಸ್ കേട്ട് നോക്ക് എത്ര വയസ്സ് ഇല്ല ഞങ്ങൾ പോയി അതെ അല്ല എത്ര വയസ്സിന് ഗൈസ് കഴിഞ്ഞിട്ടാ റൈഡ് കഴിഞ്ഞിട്ടാ തിരിച്ചിട്ട് പോകുന്നുണ്ട്. ബാക്കിൽ ഇന്നും കുറേ റൈഡ് ഉണ്ട്. സോ അതിന് പോകുന്നില്ല. ഇത് ചൂടെന്ന് പറഞ്ഞിടല്ല, കാല് പൊല്ലി പോകുന്നുണ്ട്. അതിന് കാലിൻ്റെ അടിയിലുള്ള തൊലിയെല്ലാം പുറത്ത് വന്നോന്നറിയില്ല. പക്ഷെ നല്ല ചൂടുണ്ട്. ചിലപ്പോൾ രക്ഷയില്ല, നടക്കാൻ കഴിയുന്നില്ല. ഇതിനകത്ത് എത്രയോ ദൂരം നടക്കാനുണ്ട്. അവരെല്ലാം അങ്ങോട്ട് പോയിട്ടാണ്, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ പോയത്. അതുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ച് റൈഡ് കഴിഞ്ഞത്. പക്ഷെ റൈഡ് കഴിഞ്ഞിട്ടാട്ടാ എൻ്റെ റൈഡ് സ്റ്റാർട്ടാണെന്നുള്ളതും തോന്നുന്നു. ആ ഡൈനോസർ അതെല്ലാം എന്തെല്ലാം കാണുന്നുണ്ട്, പൂക്കളെല്ലാം കേൾക്കുന്നുണ്ട്. എന്താവുന്നോ നമുക്ക് കണ്ടോക്കാം. ഓക്കെ, കഷ്ടം വന്നിട്ട് നടന്നിട്ട് പെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താ പറയുക, പുള്ളന്മാരെ കളിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളന്മാരെ കളിക്കുന്നത് ഞാൻ അറ്റാക്കോ എൻ്റെ നടക്കുമ്പോഴല്ല കാലിൻ്റെ അടിയിൽ നിന്ന് തൊലി പോകുന്ന കണിക്കുന്നുണ്ട്. അത്രയും ചൂട്. അല്ല ഇത് ചെറിയ മക്കളതല്ല, ഏതാ അതല്ല ഞങ്ങൾ ഇതേക്കാ ഈ ഇവിടെ ഉള്ളവരല്ല ഇവിടെ ചെറിയ പുള്ളന്മാരെ കളിക്കുന്നത്. കഴിച്ച് ഇവിടെ ഫുള്ള് പുള്ളന്മാരെ കളിക്കുന്നത്. ആ കാലി കാല് 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 റബ്ബേ. പക്ഷെ ഒരു റൈഡിൽ കയറി രക്ഷയില്ല. എൻ്റെ പൊന്നെ പൊള്ളുന്നു റബ്ബേ. ഗൈസ് റൈഡിൽ ഇരുന്ന് ഗോസ്റ്റിൻ്റെ അത് കണ്ട് എന്നുണ്ടല്ലോ, എന്നെന്താ അറിയില്ലേ, എന്നെ വെള്ളത്തിൽ കളിക്കില്ല. വെള്ളത്തിൽ കളിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ വെള്ളത്തിൽ കളിച്ച് പിന്നെ കാണാട്ടെ ഇൻഷാല്ലാ. ഗൈസ് എന്നെ വെള്ളത്തിൽ കളിക്കാൻ പോകുന്നത്, അപ്പോൾ എന്നെ കിട്ടിയില്ല. കുളിച്ചിട്ട് വെള്ളത്തിൽ കളിച്ചിട്ട് വന്നിട്ട് കാണാട്ടാ. കുറച്ചേരം വെള്ളത്തിൽ കളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ചോറ് അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല, എന്തെങ്കിലും ഇങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് റൈഡിൽ കയറാം. വീണ്ടും റൈഡിൽ കയറാൻ പോകുന്നുള്ളത് ഗൈസ്. എൻ്റെ പൊന്നെ റൈഡിൽ കയറാൻ പോയി, പക്ഷെ നമ്മളെ കയറ്റിയിട്ട് ഫുൾ പാൻറ്റ് ചണ്ട ചെയ്തുകൊണ്ട് അങ്ങനെ നേരെ വെള്ളത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഈടെ എവിടെയെങ്കിലും നമ്മളെ കസിൻസിൻ്റെ അവരുണ്ടാവും, അവരെ തപ്പിയിട്ട് പോകണം. വൈകുന്നേരം ആവാറായി, അപ്പോഴത്തേക്ക് പെരക്ക് എങ്ങനെയെങ്കിലും എത്തണം. രാത്രി അന്ന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്. പക്ഷെ ഇവർ അവനെ എപ്പോൾ കിട്ടുമെന്നറിയില്ല, അതിനെ തപ്പി നോക്കാം കേട്ടോ. ആൾക്കാരല്ലേ ഇതിലേടെ തപ്പും നമ്മ. അങ്ങനെ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് റെഡി ആയിട്ട് ഞാൻ പോവാൻ നിൽക്കണം. അപ്പം റെഡി ആയിട്ട് വരാം. നമ്മൾ ബസ്സിൽ പോകുന്നത് ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ട്രെയിനിൽ പോകാൻ നിൽക്കുന്നില്ലത്. ഫുൾ എല്ലാവരും ടയർഡായിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നില്ലത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അതിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നില്ല തീട്ടാ. ഗായ്സ് അങ്ങനെ ടിക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. രാവിൽ ചായ കുടിക്കുന്നുണ്ട്, നമ്മൾ പോപ്കോൺ തിന്നുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ പെരക്ക് പോകുന്നു കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.